വിവാഹം എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. ഇവിടെ സംബന്ധം ഉണ്ടായിരുന്നു. പല ജാതികൾക്കനുസരിച്ച് രാഹുൽ ഇപ്പം രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട് മോനെ രാഹുലെ നിന്നോട് സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ ഒക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. സയന്റിഫിക്കലി അച്ഛൻ ആരാൻ തെളിയിക്കാം. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. താലിബന്ധനം പഴങ്കഥയാകുന്നു എന്നൊരു ചോദ്യമാണ്. അപ്പോൾ തമ്മിൽ ഷോയിൽ ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ ഷോയിൽ ഇപ്പം ഇതിനെ പറ്റിയിട്ടൊരു വിവാഹ ജീവിതത്തെ പറ്റിയിട്ടും അതുപോലെ ലിവിങ് ടുവറിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഈശ്വറും കുറച്ച് ആളുകളും ബീന ആൻ്റണി അങ്ങനെ കുറച്ച് ആളുകൾ വിവാഹ ബന്ധത്തെ സപ്പോർട്ട് ചെയ്തിട്ടും കുറച്ച് ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് വായി നോക്കിയെന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ കുറച്ച് ആളുകൾ ലിവിങ് ടുഗദറാണ് നല്ലത്, വിവാഹം നല്ലതല്ല, വിവാഹം കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഓപ്പോസിറ്റിൽ നിന്ന് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ 1-2 ക്ലിപ്പുകളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനുശേഷം ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. കാരണം വിവാഹ ബന്ധം കൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ലാസ്റ്റ് വെച്ച് തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ കുടുംബ ബന്ധമാണ് വിവാഹ ജീവിതത്തിലൂടെയാണ് നല്ലൊരു കുടുംബം ബിൽഡ് ചെയ്യാനും നല്ലൊരു കുടുംബം വാർത്തുകൊണ്ട് പോകാനും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ നല്ലൊരു കുടുംബ ബന്ധമുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന അഭിപ്രായമുള്ള ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള വിഷയങ്ങൾ 10 പേരിലേക്ക് എത്തണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ഫോളോ ചെയ്യണം. അപ്പം വിവാഹബന്ധമാണ് നല്ലത്, അല്ലാതെ ലിവിങ് ടുഗദർ അല്ല. ഒരു 6 മാസം ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു വായി നോക്കിയുടെ കൂടെ അല്ലെങ്കിൽ അടുത്ത 6 മാസം മറ്റൊരു വായി നോക്കിയുടെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ജീവിതമല്ല, വിവാഹ ജീവിതമാണ് നല്ലതെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഞാനിവിടെ 1-2 ക്ലിപ്പുകൾ വെച്ച് തരാം. എന്താ അല്ലേ ഇപ്പോഴത്തെ ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ നല്ലൊരു ഇപ്പം കുടുംബമായിട്ട് ജീവിച്ച് സന്തോഷത്തോടു കൂടി ഇപ്പം വിവാഹബന്ധത്തിലാണെങ്കിലും അല്ലെ ലിവിങ് ടുഗദർ ആണെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നിടത്താണ് കാര്യം. ഇവിടെ വിവാഹ ജീവിതം കൊണ്ട് വിവാഹം കൊണ്ടിട്ട് എത്ര കുടുംബങ്ങൾ സന്തോഷത്തോടെ മനോഹരമായിട്ട് കുട്ടികളും കുടുംബമായിട്ടൊക്കെ സന്തോഷത്തോടെ കൊച്ചുമക്കളും പേരക്കുട്ടികളായിട്ടൊക്കെ ജീവിക്കുന്ന എത്രയോ മനോഹരമുള്ള ഫാമിലി നമ്മൾ ഈ കേരളത്തിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പം വിവാഹ ജീവിതത്തെ കുറ്റം പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക. കല്യാണം കഴിച്ചാൽ മാത്രമേ അടുത്ത തലമുറയുണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ കൊണ്ട് തീരും. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ഒരു ഗണം പിന്നെ അങ്ങോട്ട് ഭൂമിയിൽ ഉണ്ടാവത്തില്ല. അതും കൂടെ ആദ്യം ചിന്തിക്കുക. ഓക്കെ, ഇനി ഞാൻ 1-2 ക്ലിപ്പ് കൂടെ വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു ചർച്ചയിൽ എന്തായാലും രാഹുൽ ഈശ്വർ ഈ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ലിവിങ് ടുഗദറാണ് അല്ലെങ്കിൽ അവിഹിത ബന്ധമാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സുഖമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സന്തോഷമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് താളം വിടുന്ന ടീമുകളെല്ലാം രാഹുൽ ഈശ്വർ നല്ല രീതിയിൽ കണ്ടം വഴി ഓടിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു 1-2 ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതിനുശേഷം ഞാൻ മറ്റേ വീഡിയോ വെച്ച് തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെയാണോ ജീവിതം? എല്ലാം അടച്ചു പറയരുത് കേട്ടോ. ഒരു സെലിബ്രിറ്റി സ്വന്തമായിട്ട് ഏണിങ്ങുള്ള സ്ത്രീയെ നമുക്ക് സാമൂഹ്യവൽക്കരിക്കാൻ കഴിയില്ല. ഇവിടെ എന്തുകൊണ്ടാണ് അവർ ഈ കുടുംബത്തിലെ ഈ സൊസൈറ്റിയിലെ ആളുകൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ അനുഭവം വെച്ചിട്ട് ഇത് മാത്രമാണ് വിവാഹ ജീവിതം എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ വിവാഹ ജീവിതത്തെ മോശമായി കാണുന്ന ആളല്ല, വളരെ റെസ്പെക്ടോട് കൂടി കാണുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഇന്ന് ചർച്ചയിൽ വരുന്നത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു വിവാഹം കഴിച്ചാലേ ജീവിതം ഉള്ളൂ, അടുത്ത കുടുംബമുള്ളൂ, അടുത്ത തലമുറയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉണ്ടാവുന്ന കുട്ടികൾ മുഴുവൻ സഫർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം, ഇവിടെ വിവാഹം എന്ന സങ്കല്പം എപ്പോഴാ ഉണ്ടായത്? ഇപ്പൊ കേരളം നമുക്കറിയാം. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ വിവാഹം എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. ഇവിടെ സംബന്ധം ഉണ്ടായിരുന്നു. പല ജാതികൾക്കനുസരിച്ച് അല്ല, അതിൽ നിന്ന് കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗമനപരമായ ചിന്താഗതികളിലൂടെ
പതുക്കെ പതുക്കെ മാറ്റം വന്നതാണ്. മാറ്റം മാഡം ഒരു 500 വർഷം മുമ്പ് കല്യാണം ഇല്ലായിരുന്നോ? അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മാറ്റം 1000 വർഷം മുമ്പ് ഇല്ലായിരുന്നു. മാറ്റം വന്ന് ഇന്ന് ഈ അവസ്ഥയിൽ 1000 വർഷം മുമ്പ് ഇല്ലായിരുന്നു. ഇല്ല. ആർക്കില്ല? നിങ്ങൾ കാണും. സാർ ഈ പറയുന്നത് എന്താ അറിയാമോ? വിവാഹത്തെ ഒരു കുറിച്ച് ചെറിയ നിങ്ങൾ section of വിചാരിക്കുന്നത് സവർണ്ണ ഹിന്ദുസിൽ രാഹുൽ, അല്ല, ഒരു ചെറിയ സെക്ഷൻ ഓഫ് സവർണ്ണ ഹിന്ദുസിൽ പറ്റിയ തെറ്റുകൾ സാമാന്യവൽക്കരിക്കുക. 1000 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചില്ലേ? 1000 വർഷം മുമ്പ് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? സവർണ്ണ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ചില അല്ല, തെറ്റായ പ്രവണതകൾ എല്ലാവരിലേക്കും ഒരുപാട് 1000 വർഷം മുമ്പ് ഇവിടെ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? 1000 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കല്യാണം മാഡം, ഒരു കഴിച്ചില്ലേ? second. നമ്മുടെ നാട്ടിലെ സവർണ്ണ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. ചെറിയ പക്ഷേ തെറ്റല്ല. ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങളും കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ചിട്ടില്ലേ? ഈ അല്ല, ത്രേതായുഗത്തില് യഥാർത്ഥത്തിൽ വിവാഹം നടന്നുകൊണ്ട് ഒരു ഇവിടെ ചെറിയ ത്രേതായുഗത്തില്. സവർണ്ണ ഹിന്ദു സമൂഹത്തിൽ പറ്റിയ തെറ്റ് കാര്യങ്ങളെ എടുത്ത് സാമാന്യവൽക്കരിച്ച് അങ്ങനെയല്ല കല്യാണം ഇല്ലായിരുന്നില്ല, പണ്ട് ഇവിടെ ആരും മേൽമുണ്ട് ധരിക്കാറില്ല, പണ്ട് ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഈ കാര്യം- അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു സവർണ്ണ പാട്രിയാർക്കി അല്ല, അല്ല, സവർണ്ണ അല്ല. പാട്രിയാർക്കിയാണ് എല്ലാവരും അങ്ങനെയല്ല. മറുപടി രാഹുൽ, മറുപടി. ഈ കാര്യങ്ങളെ കാലോചിതമായി നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെറുതെ അല്ല, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാ. മാറുമറയ്ക്കെതിരെ നടന്ന സമരം അറിയാലോ. ആദ്യമായി മേൽമുണ്ട് ധരിച്ച സ്ത്രീകളെ പണിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ. മാഡം, മാഡം അല്ല, മാഡം ഒരുപാട് അല്ല, ഞാൻ പറയട്ടെ. മാറുമറക്കൽ അങ്ങനെയല്ല. അതേ അല്ല, എനിക്കറിയാം, ഇത് നായർ ഇതിനൊക്കെ സ്ത്രീകളെ ഞാൻ പോലെ പഠിച്ചിട്ടുണ്ട്. മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനാണ് ഈ മാറുമറക്കൽ സമരം. അതൊക്കെ എനിക്കറിയാം. പണ്ട് ഇവിടെ സ്ത്രീകൾ തുണിയില്ലാതെ രാഹുൽ, ഝാൻസി റാണി ബ്രിട്ടീഷുകാർ പോരാടാൻ പോയപ്പോൾ തുണിയില്ലാതെ പോയി നല്ല ഇതിനർത്ഥം. രാഹുൽ, ഇത് വെറുതെ പറയുന്നതാണ്. ഇതിന്റെ ചരിത്രം നമ്മുടെ പഠിച്ചിട്ട് നാട്ടിലെ തന്നെയാ സംസാരിക്കുന്നത്, വെറുതെ അല്ല. മാത്രമാണ്. അതായത് പണ്ടത്തെ ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും ഇവിടെ സ്ത്രീകൾ ഡ്രസ്സില്ലാതെ നടന്നത്. അങ്ങനെയല്ല. പണ്ട് ചാന്നാർ വിഭാഗം എന്തൊക്കെയാണ് ഈ യുവതി പറയുന്നത്? എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പെണ്ണുപിള്ള പറയുന്നത് അല്ലേ? ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വിവാഹം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ തോന്നിയ രീതിക്ക് ആളുകൾ തോന്നിയ പോലെയൊക്കെ കാണിച്ചു കൂട്ടത്തില്ലായിരുന്നോ? ഈ വിവാഹം എന്ന് പറഞ്ഞൊരു പണ്ട് തൊട്ടേ ഈ രാഹുൽ ഈശ്വർ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. വിവാഹം ഉള്ളത് കൊണ്ടാണ് എന്ന് വെച്ചാൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? മനുഷ്യരൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനും ഈ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. വിവേകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് മനുഷ്യർ പണ്ട് തൊട്ടേ കല്യാണം കഴിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഒരു തലമുറയെ വാർത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വിവാഹം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത് വിവാഹവും മോശമാണ്, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിനോട് താല്പര്യമില്ലെന്ന് പറയുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന നിങ്ങളോ നമ്മളോ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നല്ലോ, ജനിക്കത്തില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ജനിച്ചാൽ തന്നെ വേറെ എവിടെയെങ്കിലും വല്ല ഈ പറഞ്ഞിട്ടുള്ള തന്ത ആരാണോ തള്ള ആരാണെന്നോ ഉള്ള രീതിയിൽ ജീവിക്കേണ്ട വരത്തില്ലേ? തോന്നിയതുപോലെ മൃഗങ്ങളുടെ അവസ്ഥയാവത്തില്ലേ? എന്താണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ ഒരു കാലത്തും ഇതുപോലുള്ള ചിന്താഗതി കൊണ്ട് കിടക്കുന്ന ആളുകളുണ്ടല്ലോ നടക്കുമ്പോഴത്തേക്ക് എന്തായാലും രാഹുൽ ഈശ്വർ ചുട്ട മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തേയും കൂടെ ഒന്ന് കണ്ടോക്കാം. കംഫർട്ട് അല്ലെങ്കിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ സ്ഥിരമായി ഒരാളുണ്ടോ എന്നുള്ളതായിരിക്കും ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത്. കാരണം എന്നും ഒരാൾ എന്നെ നോക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, അവനാണല്ലോ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനുണ്ടോ അല്ലെങ്കിൽ അവനെ നോക്കുന്ന ഒരാളുണ്ട്. ആ അന്ന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കും അന്ന ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ അന്ന എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ആസ് എ ഹ്യൂമൻ ബീങ് ആസ് ഹി ഗ്രോസ് റെഗുലർലി എനിക്ക് കംഫർട്ട് തരാൻ ഒരാൾ സ്ഥിരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ദി അറ്റാച്ച്മെന്റ് തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പറയാം. ഇത് ഏതൊരു ഹ്യൂമൻ ബീങ് കറക്റ്റാണ്. അമ്മ എന്ന് പറയുന്നതും വിവാഹവും തമ്മിൽ ബന്ധപ്പെടുത്തിയതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. ഇവർ രണ്ടുപേരും 4 years ആയിട്ട് ലിവിംഗ് ടുഗദർ ആണ്. സീരിയസ്ലി വി വെരി ഹാപ്പി ഫോർ യു. വാട്ട് എവർ ഇസ് വർക്കിംഗ് ഫോർ യു ഇറ്റ് ഇസ് ഗ്രേറ്റ്. വൈ ആർ യു നോട്ട് ഗെറ്റിംഗ് മാരിഡ്? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? Why we have to get married? Why not? For what? What are you fearing about marriage? Why? Why not? പേടിയല്ല, മലയാളം. എന്തിനു നമ്മൾ ചെയ്യണം? കുഞ്ഞുണ്ടാകാൻ വേണ്ടി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ? ഇതൊക്കെ പണ്ടത്തെ കാലത്ത് വിവാഹം കഴിച്ചാലേ കുഞ്ഞുണ്ടാകും. ദയവേത് പറഞ്ഞ് പറ്റിക്കല്ലേ? നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞാലേ കുടുംബം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, എന്നാലേ സമൂഹം ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ അച്ഛനാരാ? സ്കൂളിൽ പോകുമ്പോ കോളത്തിൽ ആരെ ഫില്ല് ചെയ്യും? എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അവിടെ അമ്മയുടെ പേര് വെക്കാം, അച്ഛന്റെ പേര് വേണ്ടേ? അച്ഛന്റെ പേര് ആവശ്യമില്ല. കണ്ടോ, അടിസ്ഥാനപരമായ അച്ഛൻ വേണ്ടാന്ന് പറയുന്ന സിസ്റ്റമാണ്. അല്ല രാഹുൽ, ഇപ്പം രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട് മോനെ രാഹുലെ നിന്നോട് സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ ഒക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്
ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. ഉണ്ട്. സയന്റിഫിക്കലി അച്ഛൻ ആരാന്ന് തെളിയിക്കാം. പറ്റും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫാർ ലെഫ്റ്റ് അങ്ങനെ തെളിയിച്ചിട്ടല്ല രാഹുൽ, അങ്ങനെ തെളിയിച്ചിട്ടല്ല ആരാണെന്ന് പറഞ്ഞാലും DNA വെച്ച് ഒരാളെ അച്ഛനാണ് തെളിയിക്കാൻ പറ്റൂലേ? സാറിന്റെ അമ്മ ആരാണെന്ന് പറഞ്ഞാലും ആരാന്ന് പറഞ്ഞാലും ഒരു അച്ഛനല്ലേ ഉള്ളൂ DNA-ൽ. അതെ അതെ അല്ലേ? ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. അപ്പൊ ഇത് ശാസ്ത്രമല്ല, ഇത് കപടശാസ്ത്രമാണ്. ഫാർ ലെഫ്റ്റ് തീവ്ര ഇടത് തിയറിയാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ അല്ല. ശാസ്ത്രീയപരമായി നമുക്കൊരു അച്ഛൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ബയോളജിക്കൽ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, അച്ഛൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അത് അമ്മ മാത്രം സത്യം, അച്ഛൻ സത്യമല്ലേ? അമ്മ പറയുന്നത് മാത്രമാണ്. ഇനി ഇപ്പൊ അമ്മയുടെ എന്തല്ല ഈ വെള്ളത്താടി എന്തൊക്കെയാണ് പറയുന്നത്? ഈ പ്രായത്തിനൊത്ത് ഒരു പക്വത പോലും ഇയാൾ കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഒരു വിവരവും ഇല്ലാതെ ചുമ്മാ ഇല്ല തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചു പോകുന്നത്. പുള്ളി പറഞ്ഞില്ലേ വിവാഹം കുട്ടികളുണ്ടാവാൻ വിവാഹം കഴിക്കണമെന്നില്ലെന്ന്. ശരിയാണ്, കുട്ടികളുണ്ടാവാൻ വിവാഹം കഴിക്കണമെന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. നാളെ സ്കൂളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും അവിടെ എഴുതി ഒപ്പിട്ട് വെക്കണമെങ്കിൽ തള്ളയുടെ പേരിൻ്റെ അപ്പുറത്ത് തന്തയുടെ പേര് ചോദിക്കുന്ന സമയത്ത് മേലോട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും ആ കുട്ടിക്ക്. ഇല്ലാതെ ഇരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അന്തസ്സോടുകൂടി വിവാഹം കഴിക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കാതെയും കുട്ടികളുണ്ടാക്കാമല്ലോ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവണമെങ്കിൽ വിവാഹം കഴിക്കണമെന്നില്ല എന്നൊക്കെ ഒരു കൺസെപ്റ്റ് കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ പറഞ്ഞല്ലോ കുടുംബവും ഒരു വിവാഹ ബന്ധത്തിലൂടെ മാത്രമേ നല്ലൊരു കുടുംബം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു കുടുംബവും പിന്നെ വരും തലമുറയെ കൂടെ നമുക്ക് നോക്കണം, അതാണ് വേണ്ടുന്നത്. നമുക്ക് മാത്രം ജീവിച്ച് മരിച്ചാൽ പോരാ, വരും തലമുറയ്ക്കും കൂടെ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. നമ്മളിപ്പോൾ ഒരു മാവ് നടുക, ഞാൻ ഇന്നൊരു മാവ് നട്ട് അത് നാളെ എനിക്ക് മാങ്ങ തിന്നാൻ വേണ്ടിയിട്ടാണോ? ചിലപ്പം ആ മാവ് വളരുന്നതിന് മുമ്പേ നമ്മളൊക്കെ ആ നട്ട ആൾ ഈ ഭൂമിയിൽ കാണണമെന്നില്ലല്ലോ. അപ്പം അതുപോലെയാണ് ഒരു തെങ്ങ് നട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസം കൊണ്ടത് തേങ്ങ കളിക്കത്തില്ല, അത് ഫലം തരത്തില്ല. അത് ചിലപ്പോൾ അടുത്ത തലമുറയ്ക്കായിരിക്കും അത് ഉപകാരപ്പെടുന്നത്. നമ്മളൊക്കെ ഇപ്പം തേങ്ങ തിന്നുന്നല്ലോ, അത് കഴിഞ്ഞ തലമുറ നട്ട കഴിഞ്ഞ തലമുറ നട്ട ആളുകൾ നട്ട തെങ്ങിൻ്റെ ഫലമായിരിക്കും നമ്മളിപ്പോൾ അതൊക്കെ അനുഭവിക്കുന്നത് അല്ലേ? അപ്പം അതുപോലെയാണ് ഇതും. മനുഷ്യരുടെ കാര്യത്തിലാണ് കല്യാണം കഴിച്ച് ഒരു കുടുംബവും കുട്ടികളുമായിട്ട് പോലെ അടുത്തൊരു തലമുറയ്ക്കെങ്കിലും അത് ഉപകാരപ്പെടും. അല്ലാതെ ഈ പറഞ്ഞ പോലെ ലിവിങ് ടുഗദറായിട്ട് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ മനുഷ്യരെന്നൊരു സംഭവം അവിടെ കൊണ്ടങ്ങ് തീരുവാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പോലെ പിന്നെ വിദ്യാഭ്യാസം കൊണ്ടിട്ട് എന്താണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സാധനം ഇന്നത്തെ തലമുറയിലും ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എന്തായാലും വെള്ളത്താടിക്ക് 1 രൂപയുടെ വിവരം പോലും ഇല്ലെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലായി. ഈ ബാക്കി കൂടെ കേട്ട് നോക്കാം. കുടുംബം ഉണ്ടാവുന്നത് കുട്ടി വരുന്ന മാത്രമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് കുടുംബം ഉണ്ടാവുന്നത് കുട്ടി വരുന്ന മാത്രമാണ്. അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം എന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കുട്ടി വരുമ്പോഴാണ്, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം വരുമ്പോൾ വേറെ അബ്സല്യൂട്ട് ഡിഫറെന്റ് ഡയമെൻഷൻ ആണ്. കുട്ടി ഉണ്ടാവുന്ന പ്രോസസ് ഇന്നെന്തോ സംഭവിച്ചു നാളെ കുട്ടി ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ലല്ലോ. 10 മാസം അവിടെ കിടക്കണ്ടേ. നമുക്ക് ഇത് ഒന്നാമത്തെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ കൃത്യമായിട്ടുള്ള എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവും നമുക്കുണ്ട് ഇപ്പോ. പിന്നെ മാത്രല്ല വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലാത്ത ഒരു സമയത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഇവിടെ. അത് ആ സ്ത്രീയുടെ മാത്രം പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞാലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത വിവാഹം ബ്രേക്ക് ചെയ്താലും ലിവിങ് ടുഗദർ ബ്രേക്ക് ചെയ്താലും അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഈ കോ പാരന്റിംഗ് ഒക്കെ പറഞ്ഞു സിനിമാ ലോകത്തും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ സാധാരണക്കാരുടെ ലൈഫിൽ വരുമ്പോൾ ആ കുട്ടിയായിരിക്കും ഏറ്റവും അധികം ട്രോമ അനുഭവിക്കുക. അത് കാര്യം മനസ്സിലാക്കണം. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ 10-25 വർഷമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണ ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 23 കൊല്ലായി. ഞങ്ങൾക്ക് ഇപ്പോഴും രണ്ടുപേർക്കും വർത്താനം പറഞ്ഞിട്ട് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴും നാട്ടുകാർ പറയും ഇവരെന്താണ് ഇപ്പോഴും ഇങ്ങനെ. അങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് എങ്കിലും എനിക്ക് തരണം. അത് പൊളിച്ച് അവസാനം കൊണ്ടിട്ടുണ്ടല്ലോ ആ ദമ്പതിമാർ. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറുണ്ട്, രാഹുൽ ഈശ്വറിൻ്റെ വൈഫുണ്ട്. അങ്ങനെ ദമ്പതിമാർ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാരുമായിട്ടുള്ള ഡിബേറ്റിലാണ് ഈ ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ചിലയ്ക്കുന്നത്. അപ്പോൾ ഈ പെണ്ണുണ്ടല്ലോ ഇപ്പം സംസാരിച്ച ആ യുവതി
അവരെ വായടപ്പിക്കുന്ന രീതിയിലാണ് അവസാനം കൊണ്ടിട്ട് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 10-25 കൊല്ലമായി നമ്മളെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടി സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ആളുകൾക്ക് അസൂയാണ് നമ്മളിങ്ങനെ സന്തോഷത്തോട് ജീവിക്കുന്നതാണ്. അപ്പോൾ അതാണ് നല്ല രീതിയിൽ കുടുംബം നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജീവിതകാലം മുഴുവനും വിവാഹത്തിന് ശേഷമുള്ള ആ ഒരു സുഖവും സുന്ദരവുമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് കിട്ടും. അല്ലാതെ തോന്നിയ വഴിക്ക് തോന്നിയ രീതിയിൽ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ കിട്ടത്തില്ല, അത് വേറെ ആരെയും. ഓക്കെ, എന്തായാലും ഞാനിനി ആദ്യം പറഞ്ഞ പോലെ വിവാഹ ജീവിതം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളൊരു വീഡിയോ കൂടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വിവാഹ ജീവിതമാണോ അതോ ഇതുപോലുള്ള ലിവിങ് ടുഗദറാണോ, വല്ലവരെയും വായി നോക്കി അവിടെ എവിടെയും പോയി 6 മാസം ഒരിടത്തും 6 മാസം മറ്റിടത്തും ഒക്കെ ആയിട്ട് നടക്കുന്ന ലിവിങ് ടുഗദറാണോ നിങ്ങൾക്ക് താല്പര്യം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുപോകേ. ഇന്ത്യൻ സംസ്കാരപ്രകാരം ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രായം ഏതാണ്ട് തുല്യമായിരിക്കും. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് ആൺകുട്ടിയുടേക്കാൾ കൂടുതൽ പ്രായം കുറവാകുന്നതാണ് പതിവ്. അത് വിവാഹമോ പ്രണയമോ ആയാലും നമ്മുടെ സംസ്കാരത്തിൽ പുരുഷന് പ്രായക്കൂടുതലും സ്ത്രീക്ക് പ്രായക്കുറവുമാണ്. വിവാഹം എന്നത് ഒരു സാമൂഹിക ബന്ധവും സാർവത്രിക സത്യവുമാണ്. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ തന്നെ വിവാഹം എന്ന ആചാരം തുടർന്നു വരുന്നു. ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ 2ാം ഇന്നിങ്സ് ആരംഭിക്കുന്നത് വിവാഹത്തോടെയാണ്. ഏറ്റവും മനോഹരവും സംതൃപ്തിദായകവുമായ ബന്ധങ്ങളിൽ ഒന്നാണ് വിവാഹം. വിവാഹപ്രായമാകുമ്പോൾ ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കുക എന്നത് ഒരു സ്വാഭാവിക സംഭവമാണ്. എന്നാൽ ഇക്കാലത്ത് ഒരു കരിയർ ഉണ്ടാക്കുന്നതിനും അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിനുമായി മിക്ക ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടുകയോ വളരെ വൈകി വിവാഹം കഴിക്കുകയോ ചെയ്യുന്നു. വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. വിവാഹം കഴിക്കുന്നത് ഒരു ബാധ്യതയായി ചിലർ കരുതുന്നു. ചിലർക്ക് അത് സ്വാതന്ത്ര്യം ഹനിക്കുന്നത് പോലെയാണ്. എന്നാൽ വിവാഹത്തിന് ധാരാളം ഗുണങ്ങൾ ഉണ്ട്. വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ടെന്നറിയുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ എളുപ്പമാണ്. വിവാഹിതരായ ആളുകൾ പലപ്പോഴും അവരുടെ ഇണയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാലാണ് അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ പിന്തുണയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്ര സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തുതന്നെയായാലും അത് നേടുന്നതിന് പ്രചോദനമാവുകയും ചെയ്യുന്നു. സന്തുഷ്ടവും തർക്കങ്ങളില്ലാത്തതുമായ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ അധികം സമ്മർദ്ദം അനുഭവപ്പെടേണ്ടി വരില്ല. കുറഞ്ഞ രക്തസമ്മർദ്ദം, ഹൃദ്രോഗികളിൽ നിന്ന് രക്ഷ, മെച്ചപ്പെട്ട ഉറക്കം, രോഗത്തിനെതിരായ കൂടുതൽ പ്രതിരോധം, ശക്തമായ മാനസിക ആരോഗ്യം എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശാരീരികമായി സ്വയം പരിപാലിക്കാനുള്ള അവസരം നൽകുന്നു. അതിനാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ജീവിതശൈലിയും ആസ്വദിക്കാനാകും. മാനസിക വിഷമങ്ങളെ നേരിടാൻ നിങ്ങളുടെ പങ്കാളി വൈകാരിക പിന്തുണ നൽകും. അതുകൊണ്ടാണ് സന്തുഷ്ടമായ ദമ്പതികളിൽ വിഷാദരോഗം കുറയുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നത്.